തീർച്ചയായിട്ടും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ് BJP ഇവിടെ പരാജയപ്പെട്ടത്, NDA ഇവിടെ പരാജയപ്പെട്ടത്. LDFിൻ്റെയും UDFിൻ്റെയും അവിഹിതമായിട്ടുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും NDA പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചത്. ഇത്തവണ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിന് തിരിച്ചടി നൽകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് BJPക്കും NDAക്കും ഉള്ളത്. 10 വർഷം മുമ്പ് ഞങ്ങൾക്കിവിടെ ഒരവസരം ലഭിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഈ അവികസിതമായി കിടക്കുന്ന മഞ്ചേശ്വരത്തിന് ഒരു പുതുജീവൻ നൽകാൻ സാധിക്കുമായിരുന്നു. ഇവിടെ വികസനം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പൈസയുടെ ഫണ്ട് ഇവിടെ ഉപയോഗിച്ചില്ല. ഇപ്പോൾ ഇവിടെ ഒരു MP ഉണ്ട്. കേരളത്തിൽ നിന്ന് 9 രാജ്യസഭാംഗങ്ങളുണ്ട്. നമുക്ക് ഈ മണ്ഡലത്തിൽ അവഗണിക്കപ്പെട്ട പല റോഡുകൾക്കും വേണ്ടി ഞങ്ങൾ PT ഉഷയുടെയും അതുപോലെ സദാനന്ദ മാസ്റ്ററുടെയും ഒക്കെ ഫണ്ട് ഇവിടെ കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. ഇവിടെ സിറ്റിംഗ് MLA അതുപോലെ ഇവിടുത്തെ MP എല്ലാം ഉണ്ടായിട്ടും ഒരു എന്താ പറയുക, ഉൾനാടൻ പ്രദേശങ്ങളെ ആകെ അവഗണിക്കുകയാണ്. വെളിച്ചമില്ല, വെള്ളമില്ല, റോഡില്ല, ഇത്രയും അവികസിതമായിട്ടുള്ളൊരു മണ്ഡലമില്ല. ഇനിയും ആളുകൾ അത് സഹിക്കണമെന്നാണ് ജനകീയ മുന്നണി ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ വർഗീയത പറഞ്ഞ് BJPയെ തോപ്പിക്കണം എന്ന് പറഞ്ഞ് അവർ ജനങ്ങളുടെ വികസനത്തെ ഇല്ലാതാക്കുകയാണ്. താങ്ക് യു.